सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। जिसने आकाश बनाया, जिसने पृथ्वी बनाई, जिसने आकाश बनाया, जिसने पृथ्वी बनाई, वो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। वो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। समुंदर को जिसने दो भागा, जंगल में मार निकाला। समुंदर को जिसने दो भागा, जंगल में मार निकाला। जो वायदे को करता है पूरा, वो यहोवा हमारे संग संग है। जो वायदे को करता है पूरा, वो यहोवा हमारे संग संग है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। लाजर को जिसने जिलाया, सक्कई को जिसने बचाया। लाजर को जिसने जिलाया, सक्कई को जिसने बचाया। जिसके लिए सब कुछ हो संभव, वो यहोवा हमारे संग संग है। जिसके लिए सब कुछ हो संभव, वो यहोवा हमारे संग संग है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। Greetings from Kindergarten at Bethesda, in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, ധനഹായ്ക്ക് ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. നമ്മുടെ പഠനത്തിനായി ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന ഭാഗങ്ങളെല്ലാം ഒരു പ്രത്യേക വിഷയമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. സ്നേഹത്തിലുള്ള ഐക്യത അഥവാ യുണൈറ്റഡ് ഇൻ ലവ്. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച നാം എല്ലാം യേശുക്രിസ്തുവിൻ്റെ അനുയായികളാണ്, ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരായി തീരുവാനാണ് യേശുക്രിസ്തു നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മഹാനിയോഗത്തിലും ഇതുതന്നെയാണ് നാം കാണുന്നത്. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ മഹാനിയോഗം നമുക്ക് കാണുവാൻ കഴിയും. ദ ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് ജീസസ്. അവിടെ പറഞ്ഞിരിക്കുന്നു, യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കും. സകല ജാതികളെയും ശിഷ്യരാക്കുവാനുള്ള നിയോഗമാണ്
യേശു ഇവിടെ കൊടുത്തിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ എങ്ങനെ തിരിച്ചറിയാം? എന്താണ് അവർക്കുള്ള പ്രത്യേകത? അവർ യേശുവിൻ്റെ മാതൃക പിൻപറ്റുന്നവരായിരിക്കും. എന്താണ് യേശുവിൻ്റെ മാതൃക? തൃത്വത്തിലുള്ള ആ സ്നേഹം. എങ്ങനെയാണ് 3 ആളുകൾ, പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം ഒരുമയോടെ ത്രിയേക ദൈവമായി സ്ഥിതി ചെയ്യുന്നത്? സ്നേഹത്തിലാണ്. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ അനുസരണം. പിതാവാം ദൈവം ഒരു ദൗത്യത്തിനായി യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു ക്രിസ്തുവിൻ്റെ ആ അനുസരണം അത് ശ്രദ്ധേയമാണ്. ആക്റ്റീവ് ഒബീഡിയൻസ് ടു ഹിസ് ഫാദർ. ശിഷ്യന്മാരായി നമുക്കും വേണ്ടത് ഈ സ്നേഹവും അനുസരണവുമാണ്. ഇതെങ്ങനെയാണ് നാം പ്രാപിക്കുന്നത്? ദൈവവചനത്തിൽ കൂടെയാണ്. ദൈവവചനം നാം എപ്രകാരം സ്വായത്തമാക്കുമോ, ഹൃദയസ്ഥമാക്കുമോ, മനനം ചെയ്യുമോ, അതനുസരിച്ചാണ് സ്നേഹത്തിലുള്ള നമ്മുടെ നടപ്പ്, നമ്മുടെ അനുസരണം, ഇവയൊക്കെയും സാധ്യമാകുന്നത്. ഇന്നത്തെ പ്രധാന വചനപാഠമാണ് വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ്ക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇവിടെ 11-ാം വാക്യത്തിൽ പറയുന്ന യേശുവിൻ്റെ സന്തോഷം തൃത്വത്തിൽ ഒരുവനായി സ്ഥിതി ചെയ്യുമ്പോൾ ലഭിക്കുന്ന ദൈവത്വത്തിലെ സ്നേഹവും ഒരുമയും കരുതലും ദൈവ ഇഷ്ടം തന്നിലൂടെ നിവർത്തിക്കപ്പെടുന്നതിലുമുള്ള സന്തോഷമാണ്. അത് ഈ ലോകത്തിലെ പാപം തരുന്ന സന്തോഷമല്ല, ദൈവത്വത്തിലെ വിശുദ്ധി തരുന്ന സന്തോഷമാണത്. ദൈവത്തോടുള്ള അനുസരണം മൂലമുള്ള സന്തോഷം. ദൈവസ്നേഹത്തിൻ്റെ ആ അവബോധത്താലുള്ള സന്തോഷം ഇവിടെ പറഞ്ഞിരിക്കുന്നതായി വീണ്ടും നാം കാണുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിനെ പറ്റി. അതെന്താണ്? യേശുവിൻ്റെ വാക്കുകൾ നാം അനുസരിക്കുന്നതിലൂടെ സാധ്യമാകുന്ന സന്തോഷമാണത്. യേശു ക്രിസ്തുവുമായുള്ള ആ നിസ്തുല സ്നേഹബന്ധത്തിലൂടെയാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകേണ്ടത്. നാം ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനത്രേ. സ്നേഹിതനു വേണ്ടി സ്വയം ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ് എന്ന് യേശു നമ്മെ പറ്റി പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഗുരുവും ശിഷ്യനും എന്ന അവസ്ഥ സ്നേഹിതർ എന്ന അവസ്ഥയിലേക്ക് യേശുവിൻ്റെ സ്നേഹത്താൽ മാറ്റപ്പെട്ടു. ഇനി നാം ദാസന്മാരല്ല, സ്നേഹിതന്മാരാണ്. യേശുവിനോടൊപ്പം യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന
പങ്കാളികളാണ്, പാർട്ട്നേഴ്സ്. ഒരു ദാസന്റെ വിശ്വാസവും സ്നേഹിതന്റെ വിശ്വാസവും രണ്ടാണ്. പിതാവാം ദൈവത്തെ യേശു അനുസരിച്ചതുപോലെ അനുസരണത്തിലൂടെ, ആക്റ്റീവ് ഒബീഡിയൻസിലൂടെ മാത്രമാണ് ഒരുവൻ സ്നേഹിതനാകുന്നത്. തൻ്റെ നാഥൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി സ്നേഹിതൻ പ്രവർത്തിക്കുന്നു. ശിഷ്യന്മാരായ നമ്മെ എത്ര വലിയതായിട്ടാണ് യേശുക്രിസ്തു കരുതിയിരിക്കുന്നത്. നമുക്ക് എത്ര വലിയ പ്രിവിലേജസ് ആണ് യേശുക്രിസ്തു നൽകിയിരിക്കുന്നത്. യേശുക്രിസ്തു പറയുകയാണ്, ഐ ചോസ് യു, യു ഡിഡ് നോട്ട് ചൂസ് മീ. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഐ അപ്പോയിന്റഡ് യു, ഞാനാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. ഐ കമാൻഡഡ് യു ടു ഗോ ആൻഡ് ബെയർ ഫ്രൂട്ട്. നിങ്ങൾ പോയി ഫലം കായ്ക്കണം എന്ന് ഞാനാണ് പറഞ്ഞത്. ഞാനാണ് നിങ്ങളെ അയച്ചിരിക്കുന്നത് ഫലം കായ്ക്കുവാൻ. ഐ വാണ്ട് ദാറ്റ് യുവർ ഫ്രൂട്ട് ഷുഡ് റിമെയിൻ. നിങ്ങൾ കായ്ക്കുന്ന ഫലം നിലനിൽക്കണം. നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാനാണ് ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നത്. Whatever you ask the Father in my name, he will give it to you. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് നൽകിത്തരും. All that you do and all the fruit you bear should be for the glory of God. നിങ്ങൾ കായ്ക്കുന്ന ഫലവും നിങ്ങളുടെ സകല നന്മ പ്രവർത്തികളും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം. ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ഫലം കായ്ക്കുവാനായി നിയോഗിച്ചയക്കുമ്പോൾ നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാനും തദ്വാര ദൈവത്തിന് മഹത്വം കരയേറ്റുവാനും കഴിയണമെങ്കിൽ നാം ദൈവവചനത്തെയും കൽപ്പനകളെയും അതീവ ജാഗ്രതയോടെ പ്രമാണിക്കുന്നവരായിരിക്കണം. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനതയോട് ദൈവവചനവും കൽപ്പനകളും പ്രമാണിക്കേണ്ടതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന പഴയ നിയമത്തിലെ ഒരു വചനഭാഗമാണ് Deuteronomy chapter 4 verses 1-9. ദൈവവചനത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മോശ പറഞ്ഞിരിക്കുന്നു, ദൈവം എന്നെ ഈ കൽപ്പനകൾ നിങ്ങൾക്ക് തരുവാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെന്ന് പാർക്കുവാൻ പോകുന്ന ദേശത്ത് അത് നിങ്ങൾ ആചരിക്കണം. അതിനോട് ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ അരുത്. And now, O Israel, listen carefully to these laws I teach you, and obey them if you want to live and enter into and possess the land given you by the Lord God of your ancestors. Do not add other laws or subtract from these, just obey them, for they are from the Lord your God. You have seen what the Lord did to you at Baal Peor, where he destroyed many people for worshipping idols. But all of you who were faithful to the Lord your God are still alive today. These are the laws for you to obey when you arrive in the land where you will live. They are from the Lord our God. He has given them to me to pass on to you. If you obey them, they will give you a reputation for wisdom and intelligence. When the surrounding nations hear these laws, they will exclaim, "What other nation is as wise and prudent as Israel? For what other nation, great or small, has God among them, as the Lord our God is here among us whenever we call upon him? And what nation, no matter how great, has laws as fair as these I am giving you today?" നിങ്ങളുടെ ചുറ്റും പാർക്കുന്ന അന്യജാതിക്കാർ നിങ്ങളെപ്പറ്റി പറയും, നിങ്ങൾ എത്ര ശ്രേഷ്ഠ ജാതിയാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിയമങ്ങളെപ്പറ്റി പറയും,
എത്ര നല്ല നിയമങ്ങളാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. ചുറ്റും പാർക്കുന്ന ജാതികൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി, അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി വിജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. രണ്ടാമത്, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. മൂന്നാമതായി, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് സറൗണ്ടിങ് നേഷൻസ് ഇവരെപ്പറ്റി ചോദിക്കുന്നത്. അത്ര നല്ല കൽപ്പനകളാണ് ദൈവജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ഇത്ര ശ്രേഷ്ഠകരമായ ഒരു ജാതി വേറെ ഏതുള്ളൂ എന്നാണ് അവർ ചോദിക്കുന്നത്. But watch out, be very careful never to forget what you have seen God doing for you. May His miracles have a deep and permanent effect upon your lives. Tell your children and your grandchildren about the glorious miracles He did. ഇത് നിങ്ങളിൽ തന്നെ അടക്കി വയ്ക്കുവാനല്ല, നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടും തലമുറയായി ദൈവത്തിൻ്റെ ഈ വചനവും ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണങ്ങളുമെല്ലാം നിങ്ങൾ പറയണം, അവർ അത് അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം. പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേലിനോട് തൻ്റെ വചനം പ്രമാണിക്കുവാൻ ദൈവം അരുളി ചെയ്തത് അവർ ലോകത്തിൽ വെളിച്ചങ്ങളായി ആ സ്നേഹവും വെളിച്ചവും മറ്റു ജനതകളിലേക്കും പകരുവാനായിരുന്നു. ഇന്ന് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. നാം ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം എന്നാണ് നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ആദിയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കണ്ട അതേ ശത്രു തന്നെ തൻ്റെ ചതിയാലും വഞ്ചനയാലും ദൈവജനത്തെ ആക്രമിച്ചും നശിപ്പിച്ചും അവരുടെ സ്വസ്ഥത കെടുത്തിയും ഇന്നും അവരുടെ സമീപേ വസിക്കുന്നു. ഇത് എക്കാലത്തെയുമുള്ള ഒരു പ്രതിഭാസമാണ്. എവിടെ ജനം ദൈവാനുരൂപരായി വളരുവാൻ ആഗ്രഹിക്കുമോ അവിടെ സാത്താൻ തൻ്റെ പ്രലോഭനങ്ങളുമായി വരും. പക്ഷേ ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കുന്നതിനാൽ, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനാൽ ആത്യന്തികമായി ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ നിറവേറപ്പെടുകയുള്ളൂ. യേശുക്രിസ്തുവിനെ കർത്താവായി വിശ്വസിച്ച് സ്വീകരിച്ച ദൈവമക്കളുടെ ജീവിതത്തിലും ഈ ശത്രുവായ സാത്താൻ സ്വാധീനം ചെലുത്തുമ്പോൾ ശത്രുവിന് ചതിയിൽ അകപ്പെടാതെ തന്നെത്താൻ സൂക്ഷിക്കുവാൻ ഇന്നത്തെ വചനപാഠങ്ങൾ നമ്മെ സഹായിക്കണം. അതെങ്ങനെ നടപ്പാക്കാം? ഒന്നാമതായി, നാം വചനം കൈക്കൊണ്ട് അനുസരിക്കുന്നതിനാൽ. രണ്ടാമതായി, നാം ഭിന്നത വെടിഞ്ഞ് സ്നേഹത്തിലായിരിക്കുന്നതിനാൽ. മൂന്നാമതായി, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന ബോധ്യം നാം ഊട്ടി ഉറപ്പിക്കുന്നതിനാൽ. നാലാമതായി, തൻ്റെ ഇഷ്ടം ലോകത്തിൽ നിറവേറ്റുവാൻ ദൈവം നമ്മെ നിയമിച്ചാക്കിയിരിക്കുന്നു എന്ന ബോധ്യത്താൽ. ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അഞ്ചാമതായി, നിലനിൽക്കുന്ന ഫലം നാം കായ്ക്കുന്നതിനാൽ. ആറാമതായി, പിതാവിനോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം എന്ത് ചോദിച്ചാലും അത് നമുക്ക് നൽകിത്തരും എന്നുള്ള ഉറപ്പിനാൽ. ഏഴാമതായി, എല്ലാറ്റിലും ദൈവത്തിന് മഹത്വം കരയേറ്റുന്നതിനാൽ. പ്രിയ സഹോദരങ്ങളെ, കിൻഡർഗാർട്ടൻ ബെഥെസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞാൻ കരുതുന്നു. പുതിയ ഒരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ ആ സമയം വരെയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. I bless you in Jesus' name. Amen.